2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് 1,92,329 കുരുന്നുകളാണ് ഇന്ന് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നത്. നമ്മൾ ആദ്യം പോകുന്നു പത്തനംതിട്ട ജില്ലയിലേക്ക്. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, ഒരുക്കങ്ങളെല്ലാം ഏത് രീതിയിലാണ്? സുജു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ആര്യ, ഞാനിപ്പോൾ ഉള്ളത് കുമ്പഴയിലാണ്. ഒരു കുരുന്നിനെ സ്കൂളിലാക്കാൻ വേണ്ടി എൻ്റെ സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ദേവനന്ദൻ എന്ന് പറഞ്ഞാൽ മോൻ്റെ പേരെന്താ? ഈ ദേവനന്ദനാണ് ഇന്ന് സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോവുകയാണ്. ദേവനന്ദൻ്റെ സഹോദരങ്ങളാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇരട്ടക്കുട്ടികളാണ്. എന്നിട്ട് ഇവരെയും കണ്ടോ? മോൻ്റെ പേരെന്താ? പേര്? ഈ 2 കുരുന്നുകളും ഉണ്ട്. ഇവരെല്ലാം ഒരു പാട്ടൊക്കെ പാടാന്നാ പറഞ്ഞ് നിൽക്കുന്നത്. പാടാവോ? പാടിക്കോ, പാടിക്കോ. ഒരുമിച്ച് പാടാനോ? ഇവന്മാര് പാടത്തില്ല, പിന്നെ ഞാൻ എന്താ പാടാനാ? അപ്പോൾ ഇവർ പാടത്തില്ലെന്ന് പറഞ്ഞത്. എന്തായാലും ഇതാണ് ഈ കുരുന്നുകളുടെ. ഇപ്പോൾ ഇത് ഈ കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ജിജ്ഞാസയുണ്ട്. മാതാപിതാക്കളോട് ചോദിക്കാം, ആദ്യമായിട്ട് കുട്ടിയെ സ്കൂളിൽ വിടുകയുള്ളൂ, എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങൾ കുഴപ്പമില്ല. ഇപ്പം വലിയ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവനെ കൂടെ നോക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇന്നൊരു ദിവസം കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ തൊട്ട് ബസ്സിൽ അവർ വിടുമല്ലോ. അതായത് ആര്യ, ഈ 3 കുട്ടികൾ അഭിലാഷ് എന്ന് പറഞ്ഞ ആളുടെയാണ്. ഇത് അശ്വിൻ ചേട്ടൻ്റെ 3 കുട്ടികൾ. ഇവർ ഒരു ചേട്ടൻ്റെ സഹോദരന്മാരുടെയാണ്. ഇവർക്കെല്ലാം ഒരു ചേച്ചിയാണ് ഇവരെ നയിച്ചുകൊണ്ട് പോകുന്നത്. എങ്ങനെയുണ്ട് ഈ 5 അനുജന്മാരെ കൊണ്ടുപോകാം സ്കൂളിലേക്ക്? കൊള്ളാം. ചിലപ്പോഴൊക്കെ വരക്കിടും, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവരെ മൂത്ത ചേച്ചി ആയതുകൊണ്ട് സ്കൂളിൽ എങ്ങനെ ഇവരെല്ലാം നോക്കേണ്ടി വരും? ഇടയ്ക്കൊക്കെ പോയി നോക്കണോ? ആരാ ഏറ്റവും കുസൃതിയുള്ളത്? ഇവരില് എല്ലാരും കുസൃതി. അപ്പോൾ ഇതാണ് ആര്യ, ഒരു സ്കൂളിൽ ഒരു വീട്ടിലെ ഒരുക്കമാണ് നമ്മൾ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിച്ചത്. എല്ലാവരും കണ്ടോ, ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഈ 2 കുട്ടികളും ഇട്ടേക്കുന്നത്. ഇവരും 2 ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ സ്കൂളിലേക്ക് കുട്ടികൾ പോകാൻ റെഡിയായി നിൽക്കുവാണ്. അതുകൊണ്ടാണ് വീട്ടിലെ ഒരു ഒരുക്കമാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അതാണ് ഇപ്പോൾ കണ്ടതും ആര്യ.